ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കട്ടിപ്പരിപ്പിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എടുത്തിരിക്കുന്ന വടപ്പരിപ്പാണ്. വടപ്പരിപ്പ് ആവശ്യത്തിന് എടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകി നമുക്ക് ഡയറക്റ്റ് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മെനയുന്ന പരിപാടി എനിക്കറിയത്തില്ല കേട്ടോ, അത് അമ്മയ്ക്ക് അറിയത്തുള്ളൂ ഈ പരിപാടി. അതുകൊണ്ട് അമ്മയാണത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എരിവിനാവശ്യമായിട്ട് പച്ചമുളക് വേണം, ഒരു 3-4 ചെറിയ ഉള്ളി വേണം, ഒരു ചെറിയൊരു കിഴങ്ങ് കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കിഴങ്ങ് ഓവറായിട്ട് ചേർത്ത് കൊടുക്കേണ്ട, ഇതുപോലെ ഒരു മീഡിയം ടൈപ്പ് ചെറിയൊരു കിഴങ്ങ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി ഞാൻ ഇതുപോലെ ചെറുതാക്കിയല്ല അരിയുന്നത്, കുറച്ച് കട്ടിയിൽ തന്നെയാണ് അരിഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക്, അത്യാവശ്യം എരിവുണ്ടെങ്കിൽ മാത്രമേ കട്ടിപ്പരിപ്പ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കിഴങ്ങും അതിൻ്റെ കൂടെ അരിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആദ്യം ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കേൾപ്പിച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേൾപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാറിന് ആവശ്യമായിട്ട് ആദ്യം നമ്മൾ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നിർത്തുന്നതിന് മുമ്പായിട്ടാണ് 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 5-6 വിസിൽ കേൾപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ നല്ലവണ്ണം വെന്ത് നമുക്ക് ഉടഞ്ഞു കിട്ടണം, അതാണ് ഇതിൻ്റെ പരിവ്. നല്ലവണ്ണം ഇതുപോലെ ഒന്നുകൂടി തവി വെച്ചിട്ട് ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ചേർക്കുന്ന വെള്ളം അനുസരിച്ചിരിക്കും ഇതിൻ്റെ ചാറ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം തന്നെ കുറച്ച് ചാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒന്നുകൂടി ചാറ് വേണമെന്നുണ്ട് ആദ്യം 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. പിന്നെ നിർത്തുന്നതിന് മുമ്പായിട്ട് 1-ാം പാൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ 1-ാം പാൽ കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ചൂടാക്കി എടുക്കുക. തിളച്ച് പോകരുത്. നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ജസ്റ്റ് ഞാനൊന്ന് കറിവേപ്പില എടുക്കാൻ പോയപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലുള്ള നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ടേക്ക് കെയർ, ബൈ.